ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ജീവനും അച്ഛനും പോയതിനു ശേഷം ചോദിക്കാമെന്ന് കരുതിയതാ. അവന്റെ കാറിൽ നീ വന്നത് സ്വന്തം ഇഷ്ടത്തിനാണെന്ന് അവൻ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചിട്ടില്ല. അവൻ എന്തു പറഞ്ഞ മോളെ കൊണ്ടുവന്നത്? നീയും ഹരിയും ഒന്നിച്ചു വരുമ്പോഴാണോ? അല്ല, ഹരിയുമായി സംസാരിച്ചിട്ട് ഞാൻ തനിച്ചു വരുമ്പോഴായിരുന്നു. ജീവൻ എന്നെ ബലമായി കാറി കയറ്റിയതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന്. അവൻ പഠിപ്പിച്ചു തന്ന കള്ളം നീ എന്നോട് പറയണ്ട. അവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നവരാ നമ്മള്. നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ അത് നന്നാവില്ല മോളെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാണ് ജീവന്റെ വണ്ടിയിൽ കയറിയതെന്ന്? അത് ഹരിയെ കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്റെ മുൻപിൽ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേറൊരാൾക്ക് പറ്റുമായിരിക്കും, നിനക്ക് പറ്റില്ല. കാരണം നിന്റെ ഒരു കൈവിരലിന്റെ അനക്കം പോലും എനിക്ക് നല്ലവണ്ണം അറിയാം. നടന്നതെന്താണെന്ന് അമ്മയോട് സത്യം പറ. ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ. ഹരി ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഹരിയുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് കോടതിയിലേക്ക് വിടുന്നൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ അകന്ന് നിക്കാന്ന് സമ്മതിച്ചു. ഇനി തമ്മിൽ കാണില്ലെന്ന് വാക്കു കൊടുത്തു. അതെല്ലാം ഹരിക്ക് വേണ്ടിയാ. അമ്മ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. എന്തിന്? എന്നെ വിശ്വസിപ്പിക്കുന്നത് എന്തിനാ മോളെ? അമ്മ ഇപ്പൊ ആകെ തകർന്നു നിൽക്കുക. അച്ഛൻ ചതിച്ചപ്പോ അമ്മയ്ക്കൊന്ന് നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പിന്നെയും അമ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മോളെ ഓർത്ത. ശരി, നിനക്കും അമ്മയെ വേണ്ടെങ്കിൽ അമ്മയോട് ഇങ്ങനൊരു കള്ളം പറയണമായിരുന്നോന്ന് നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്.